എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനാകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അടക്കമുള്ള ആൾ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിനെ ഇന്ത്യയുടെ ഇന്നത്തെ ഒരു നവോത്ഥാന നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇരുട്ടിലേക്ക് പോകുന്ന സമയത്ത് മുഴുവൻ മനുഷ്യർക്കും പ്രതീക്ഷയുടെ ഒരു തീനാളമായിട്ട് ആ മനുഷ്യനെ കാണുന്നതിന് കാരണം ആ ഒരൊറ്റ യാത്രയാണ്. എനിക്ക് പിണറായി വിജയൻ്റെ പോലീസ് ഉറപ്പ് നൽകണ്ട, കാരണം എനിക്ക് പോലീസിനെ വിശ്വാസമില്ല. എനിക്ക് പറവൂരിലെ CPM നേതാവ് KJ ഷൈൻ ടീച്ചർ ഉറപ്പ് നൽകണം. അവരുടെ കാര്യത്തിൽ കേരള പോലീസ് കാണിച്ച തിടുക്കം, വേഗത മാതൃകാപരമാണ്. എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ അതുണ്ടാകുമെന്ന് അവരുറപ്പ് തന്നാൽ ഞാൻ പരാതി കൊടുക്കും. CPM വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വാദിക്കുന്നത്. സ്വന്തം ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആഫീസിൽ ഒളിക്യാമറ വെച്ച അവന്മാരാണ് ഇവർ. ഈ DNA ടെസ്റ്റ് നടത്തുക, മക്കളുടെ പിതൃത്വം പറയുക, ഭാര്യയെ കൂട്ടിക്കൊടുത്തെന്ന് ചോദിക്കുക, ഇത്തരം വൃത്തികെട്ട വാദങ്ങൾ CPM അവസാനിപ്പിക്കണം. EMSൽ തുടങ്ങിയതാണ്. നമ്മൾ പൊതുവെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു 20% ഓഫ് ദ ടോട്ടൽ കേരള പോപ്പുലേഷൻ, അത്രയും ആളുകളാണ് കേരളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ അല്ലെങ്കിൽ വാർത്താധിഷ്ഠിത ചാനലുകൾ വാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആ കാര്യത്തിൽ വളരെ ദുർബലമാണ്. ഉള്ള ഒരു ചാനൽ പോലും ശൂന്യതയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കടന്നു വന്ന ചില പുതിയ മാധ്യമങ്ങൾ ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളിപ്പോൾ എഡിറ്റോറിയൽ കഴിഞ്ഞ പിന്നെ എഡിറ്റോറിയൽ എന്നൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തനം പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസ്. പക്ഷേ അതിനൊക്കെ അപ്പുറമുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒക്കെ വൈകുന്നേരത്തെ എഡിറ്റോറിയൽ ഒക്കെ കാണാൻ സാധിച്ചാൽ അതിൻ്റെ മുതലാളി വന്ന് പച്ചയ്ക്ക് എന്തൊക്കെയോ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പച്ചയായി LDFന് വേണ്ടി PR വർക്കിനപ്പുറം നടത്തുന്നത് പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇത്തരം മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ചില അജണ്ടകൾ, ആ അജണ്ടകളിൽ കോൺഗ്രസ് അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസിൻ്റെ ഗൺമൈക്കിന് മുമ്പിൽ നേതാക്കന്മാർ വീണു പോകുന്നുണ്ടോ? എങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനാകരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ. ഈ മാധ്യമപ്രവർത്തകർ, അതെങ്കിലും ഒരു പത്രക്കാരൻ, മാധ്യമപ്രവർത്തകൻ ഒരു അവതാരകൻ മാത്രമായിട്ട് ചുരുങ്ങിപ്പോവുക. അവതാരകൻ വിത്ത് പൊളിറ്റിക്സ്, അത് ശരിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ശിരൂർ മണ്ണിടിച്ചിലുണ്ടായിപ്പോൾ എന്തൊക്കെയാ ബഹളം വെച്ചത്. കർണാടക സർക്കാരിൻ്റെ പരാജയമാണ് എന്നും പറഞ്ഞിട്ട് ഈ അവതാരകൻ അവിടെ ചെന്നപ്പോൾ ഇയാളുടെ കൊടയും മൈക്കൊക്കെ കാറ്റിൽ തെറിച്ചു പോയി. അവസാനം ഇയാൾ അവിടെ ഒരു ശല്യമായി മാറുന്ന സാഹചര്യമുണ്ട്. ഇവരെവിടെ നിന്ന് ഒരു രഞ്ജിത്ത് ഇസ്രായേലിനെ കൊണ്ടുവന്ന് തെരച്ചിൽ പരമാവധി വൈകിപ്പിക്കാനുള്ള എല്ലാ PR പണിയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുറേ മനുഷ്യരിപ്പം മണ്ണിൻ്റെ അടിയിലല്ലേ? നമ്മുടെ സർക്കാരിൻ്റെ പരാജയ? ഞാൻ സർക്കാരിൻ്റെ പരാജയമാണെന്ന് പറയുന്നില്ല. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒക്കെ വളർച്ചയ്ക്ക് അപ്പുറവും ചില ബുദ്ധിമുട്ടുകളെ, പ്രകൃതി ക്ഷോഭങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റാതെ വരും. അത്തരം ദുരന്തങ്ങളുടെ സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ള മിനിമം മര്യാദ വേണം. 1-2 ചാനലുകൾ ഒഴിച്ച് ബാക്കി ഒരാൾ പോലും നടത്തിയ ആ വൃത്തികെട്ട മാധ്യമപ്രവർത്തനത്തിന് ക്ഷമ പറഞ്ഞിട്ടില്ല. എവിടെയാണ് രഞ്ജിത്ത് ഇസ്രായേലി? അങ്ങനെയാണെങ്കിൽ ഈ വയനാട്ടിൽ വന്ന് ഈ ആളുകളെ തപ്പിയെടുക്കണ്ടേ? 400-ഓളം മനുഷ്യരെ മരണപ്പെട്ടതായിട്ട് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവരെവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിൽ പോലും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും പറയാൻ ഒരു മടിയുമില്ലാത്ത ആളുകളെ വരും. പണ്ട് ISRO കേസിൻ്റെ സമയത്ത് നമ്പിനാരായണൻ്റെയൊക്കെ ജീവിതം നശിപ്പിച്ച് കരുണാകരനെ രാജിയിലേക്ക് വിട്ട മാധ്യമപ്രവർത്തനത്തിൻ്റെ പുതിയൊരു വേർഷൻ മാത്രമാണ്. ഇവർക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല, എന്തും പറയാം, മാറ്റി പറയുന്നില്ല. പണ്ട് സുജിത്തിനെ 2.5 വർഷം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇടിച്ചിട്ട് പോലീസുകാർ കൊടുത്ത വാർത്ത തൊടാതെ തുപ്പിയ ആളുകളാണ് ഇവരൊക്കെ. ഇന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? അന്ന് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞോ? അന്ന് പോലീസിൻ്റെ നരേറ്റീവാണ് ഞങ്ങൾ പറഞ്ഞത്, അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവർ ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നേ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓഡിറ്റ് ചെയ്യാൻ എന്തൊക്കെയോ പണികൾ ചെയ്തില്ല ഇവർ. അയാളെ വ്യക്തിപരമായിട്ട് ഇവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള രീതിയിൽ തന്നെയാണ് അയാളെ അറ്റാക്ക് ചെയ്തത്. ഇതേ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് 2 വനിതാ മാധ്യമ പ്രവർത്തകർ കൃത്യമായി ആളെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻ്റ് ഇട്ട് രാജിവെച്ച് പോയല്ലോ. ഇവരെന്ത് നടപടിയെടുത്തേ? സ്വമേധയാ കേരളത്തിലെ പോലീസ് കേസെടുത്തോ? സ്വമേധയാ കേസെടുക്കാൻ റിപ്പോർട്ടർ ചാനൽ തന്നെ പറയണ്ടേ? എന്താ പറയാത്തത്? ഇവർ സെലക്റ്റീവാണ്. പൊതുപ്രവർത്തകർ മാത്രമല്ല ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത്, പൊതുപ്രവർത്തകരെ മാത്രമല്ല മോറലി പഠിപ്പിക്കേണ്ടത്, മാധ്യമപ്രവർത്തകരും. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്തോ? ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ഇതിൻ്റെ ജഡ്ജിമാരാകുന്നത്. അത് പാടില്ല. ഇവർ ഒരു വാർത്ത അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യുക, ജനങ്ങൾ തീരുമാനിക്കട്ടെ.
ജനങ്ങളല്ലേ തീരുമാനിക്കുക. ഇവർ പറയുകയാണ് ഇത് ഇങ്ങനെയാണെന്ന്. ഇപ്പോൾ അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയെന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. കാലിയായ കസേര നോക്കിയിട്ട് നെടുവീർപ്പിട്ട മനുഷ്യരാണ് നമ്മളെല്ലാവരും. എം.വി. ഗോവിന്ദൻ പറഞ്ഞ് AI സാങ്കേതിക വിദ്യയിലൂടെയാണ് അങ്ങനെ നടന്നതെന്ന്. ഇതിന് തത്തുല്യമായിട്ട് ഇതിനെ പിന്തുണയ്ക്കണ വാദമാണ് അരുൺകുമാർ പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ VN വാസവൻ ദേവസ്വം ബോർഡ് മന്ത്രി പറയുകയാണ്, ഇവരുടെ ചാനലിൽ രാവിലെ ഇരുന്നിട്ട് പറയുകയാണ്, ഇന്നലെ അരുൺകുമാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇവർക്ക് പറയാനുള്ളത് അരുൺകുമാറാ പറയുന്നതെന്നല്ലേ? അത് ശരിയല്ല. ജനങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യം പ്രസൻറ്റ് ചെയ്യുക, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു മര്യാദയില്ല. അറ്റ്ലീസ്റ്റ് മുട്ടിൽ മരമുറി ഒരു കൊള്ളയായിരുന്നോ തട്ടിപ്പായിരുന്നോ എന്നെങ്കിലും പറയാനുള്ള ക്രെഡിബിലിറ്റി അദ്ദേഹം കാണിക്കണം. ഒരു മിനിമം മര്യാദ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ കാലത്താണ് ഏകദേശം ഒരു 11 മാസക്കാലമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക ഓർഡർ ഇറങ്ങുകയും ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുകയും അതിൻ്റെ മറവിൽ ഈ മരമുറിയൊക്കെ നടക്കുന്നത്. അന്ന് അത് വനംകൊള്ളയായിരുന്നു. ഇന്ന് ശമ്പളം തരുന്നവൻ്റെ മിടുക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയല്ല. ഇദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തനം, വേറെയും കുറേ മാധ്യമങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. CPM വേണ്ടിയിട്ട് കൈരളി ആരും വിശ്വസിക്കില്ലല്ലോ. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും വിശ്വാസ്യത പോയി. അപ്പോൾ കുറച്ച് വിശ്വാസ്യത വരാൻ വേണ്ടിയിട്ട് പുതിയ കുറേ പ്ലാറ്റ്ഫോമിലൂടെ വരികയാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. എന്തായാലും ഇവർ മാധ്യമ സഖാക്കന്മാരാണ്. ഇവരെ CPM വേണ്ടിയിട്ട് PR വർക്ക് നടത്തുന്നവരായിട്ടേ കാണാൻ പറ്റുള്ളൂ. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നുള്ള ഒരു നിലവാരത്തിൽ നിന്ന് ഇവർ ഒരുപാട് പോയി. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയുടെ ബീഹാറിൽ നടന്ന ഐതിഹാസികമായ ഒരു യാത്ര. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള മോദി വിരുദ്ധ, രാഹുൽ അനുകൂല വോട്ടിൻ്റെ ഒരു മഹാപ്രപഞ്ചം കേരളത്തിലെല്ലാ കാലഘട്ടത്തിലും കുറേ നാളുകളായി, കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിൻ്റെ ഈ വോട്ട് ചോറി യാത്ര യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏത് മോഡലിലാണ് നടത്തേണ്ടത്? BJPക്കെതിരെ മാത്രമാണോ? അതല്ല, നേരത്തെ ഇപ്പോൾ താങ്കളുടെ ഗ്രാമത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു, ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള ഒരു പ്രിവിലേജ് മാത്രം നൽകി ഈ കാര്യത്തിൽ CPM മാറ്റി നിർത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല പാലേട്ട. അതിലൊരു പ്രശ്നം എന്താ അറിയോ? ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ എന്നെ വലിയ വൈകാരികമായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ്. എന്താ വെച്ചാൽ, പദയാത്രകൾ പാഴാകാത്തൊരു മണ്ണ ഇന്ത്യയുടെ. അത് ദണ്ഡി യാത്രയും ഭൂതാൻ യാത്രയും ഒരുപാട് യാത്രകൾ, YSR റെഡ്ഡിയുടെ യാത്രകൾ. നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ റോട്ടിലിറങ്ങി നടക്കുമ്പോൾ, വാഹനത്തിൽ പോകുന്നതിനേക്കാൾ വലിയ എഫക്റ്റ് മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്റ്റ്. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിനെ ഒരു ഇന്ത്യയുടെ ഇന്നത്തെ ഒരു നവോത്ഥാന നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇരുട്ടിലേക്ക് പോകുന്ന സമയത്ത് മുഴുവൻ മനുഷ്യർക്കും പ്രതീക്ഷയുടെ ഒരു തീനാളമായിട്ട് ആ മനുഷ്യനെ കാണുന്നതിന് കാരണം ആ ഒരൊറ്റ യാത്രയാണ്. അതിനുശേഷം അയാൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുക. ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുന്നു. അയാൾ ആരെയും ഫേസ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വോട്ട് ചോരി യാത്ര വരുന്നത്. എന്തെങ്കിലും ഒരു മറുപടി ഫാക്ച്വലായിട്ട് പറയാൻ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണർക്ക് പറ്റിയില്ല, രാജ്യം ഭരിക്കുന്ന സർക്കാരിനും പറ്റിയില്ല. ഇവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇന്ത്യയിലെമ്പാടും പ്രതിപക്ഷ കക്ഷികൾ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തിൻ്റെ മാത്രം ബലത്തിലാണ് മോദി അധികാരത്തിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഒരക്ഷരം പറയാത്ത ഒരു ഇന്ത്യ മുന്നണി നേതാവുണ്ട്. അയാൾ ഇന്ത്യ മുന്നണി നേതാവായിട്ടല്ല ഞാൻ കാണുന്നത്, സംഘപരിവാർ നേതാവായിട്ട്. അതിൻ്റെ പേര് പിണറായി വിജയൻ എന്നാണ്. പിണറായി വിജയൻ മാത്രമാണ് ഈ വോട്ട് ചോരി യാത്രയെക്കുറിച്ചിട്ട് സംസാരിക്കാത്ത, ഈ വോട്ട് ചോരിയെക്കുറിച്ചിട്ട് മിണ്ടാത്ത. ഏറ്റവും ഉദാഹരണം എളുപ്പം, നമ്മൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയൻ്റെ കമൻറ്റ് നമ്മൾ കണ്ടില്ല. എത്രയോ കള്ളവോട്ടും വ്യാജ വോട്ടും ഒക്കെ ചേർത്തതിൻ്റെ തെളിവുകൾ വന്നു. ഇതിലൊരു പ്രശ്നമുള്ളത്, ഇത് കേരളത്തിലെ എമ്പാടും CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP ഇപ്പോൾ കുറച്ച് കാലമായി പണി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ K. സുധാകരൻ ആദ്യം ജയിക്കുന്ന കള്ളവോട്ടിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടാണല്ലോ എടക്കാട്. എൻ്റെ പഞ്ചായത്തിൽ ഒരു LDFൻ്റെ MLA തന്നെ ഇല്ലാതായി അല്ലേ? MLA തന്നെ ഇല്ലായി. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ മലയിടംതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വാഴക്കുളം പഞ്ചായത്തിലൊരു യോഗത്തിന് പോയി. അവിടുത്തെ മനുഷ്യരുടെ 80-ലധികം, അതായത് അവിടുത്തെ നിലവിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ, ഒരു മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയാണ്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ വോട്ട് CPMകാർ വെട്ടിക്കളഞ്ഞു, ജീവിച്ച് നിലവിലിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീകൾ ഉൾപ്പെടെയാണ് ആ യോഗത്തിന് വരുന്നത്. അപ്പോൾ CPM ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് BJP ഇടക്കാലത്ത് ചെയ്യുന്നതേ ഉള്ളൂ. കേരളത്തിൽ വോട്ട് ചോരിക്കെതിരെ നമ്മൾ യാത്ര നടത്തുന്നുണ്ടെങ്കിൽ
ഒരേ സമയം CPM-നെയും BJP അഡ്രസ്സ് ചെയ്യണം. അവർക്ക് ഒരു മടിയുമില്ല. കേരളത്തിൽ പോലും 200-300 പേരെയൊക്കെ ഒറ്റക്കെട്ടത്തിൽ അവർ വോട്ട് ചേർക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ പഞ്ചായത്ത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ 200-300 മാത്രം ആളുകളുള്ളതിനെയൊക്കെ വാർഡായിട്ട് തിരിച്ച് 3-4 വാർഡായിട്ട് തിരിച്ചു വരും. ഇപ്പുറത്ത് 1200-1300 ഒക്കെ ആളുകൾ ഓരോ വാർഡിലും. അത് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഇവർക്കൊരു മടിയില്ല. വോട്ട് ഇവർ വെട്ടും, കള്ള വോട്ട് ചേർക്കും, വ്യാജ ID കാർഡ് ഉണ്ടാവും, ഇരട്ട വോട്ടുണ്ടാവും. ഇതെല്ലാം BJP പഠിച്ചത് CPM-ൽ നിന്നാണ്. അതുകൊണ്ടാണ് പിണറായി വിജയന് മിണ്ടാൻ പറ്റാത്തത്. ഇപ്പം കേരളത്തിൽ വോട്ട് ചോരി യാത്ര നടത്തുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെയും BJP-യെയും ഒരേപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. കാരണം ഈ പണി നമ്മുടെ ആളുകൾക്ക് അറിയാം. കാരണം മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന മാജിക്ക് നടത്തുന്ന ആളുകളാണ് CPM-കാർ. അപ്പോൾ അങ്ങനെ മാജിക്ക് നടത്തുന്നവർക്കെതിരെയാണ് നമ്മൾ വോട്ട് ചോരി ആദ്യം പ്രസംഗിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ താങ്കൾക്കെതിരെ എത്ര സോഷ്യൽ മീഡിയ അറ്റാക്ക് വന്നാലും അത് നേരിടാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രതലം മാറുകയും നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കൊച്ചുമക്കളെ പോലും വളരെ മോശമായ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു മൃഗീയത സോഷ്യൽ മീഡിയയിൽ ജിൻഡോൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുകയാണ്. പന്നിക്കുട്ടികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുക, ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ പാതിഭാഗം എന്ന് പറയുന്ന, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ആയിട്ട് നമുക്ക് സർവസ്വവുമായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഭാര്യയെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുക, അതിനെല്ലാം അപ്പുറം അത്തരം ആളുകൾക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കീഴ്വഴക്കമായിട്ടുള്ള പരിപാലന രംഗത്തെ പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ സൈബർ ഫോഴ്സ് തയ്യാറാകാതിരിക്കുക. ഈ ഒരു ഘട്ടത്തിലാണ് താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താങ്കൾ കേസ് കൊടുത്തോ, അതല്ലെങ്കിൽ ആ കേസ് കൊടുക്കാതിരിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഞാൻ നിലവിൽ കേസ് കൊടുത്തിട്ടില്ല. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം ആക്ഷേപങ്ങൾ നിരന്തരം ആദ്യമായിട്ടാണ് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ പോലും ഞാൻ അതിനെ കാണുന്നത്, എനിക്ക് പിണറായി വിജയൻ്റെ പോലീസ് ഉറപ്പ് നൽകണ്ട. കാരണം എനിക്ക് പോലീസിനെ വിശ്വാസമില്ല. എനിക്ക് പറവൂരിലെ CPM-ൻ്റെ നേതാവ് KJ ഷൈൻ ടീച്ചർ ഉറപ്പ് നൽകണം. അവരുടെ കാര്യത്തിൽ കേരള പോലീസ് കാണിച്ച തിടുക്കം, വേഗത മാതൃകാപരമാണ്. എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ അതുണ്ടാകുമെന്ന് അവരുറപ്പ് തന്നാൽ ഞാൻ പരാതി കൊടുക്കും. അവർ പറയണം. അവർ ലെനിൻ്റെയും ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ പുസ്തകം കോട്ട് ചെയ്താൽ പോരാ. അവർ പറയണം. മറ്റൊരു സ്ത്രീക്കും കിട്ടാത്തൊരു പ്രിവിലേജ് KJ ഷൈന് CPM-ൻ്റെ പിണറായി വിജയൻ്റെ പോലീസ് തിടുക്കത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ മറയ്ക്കാനാണെന്ന് എനിക്കറിയണം. അല്ലെങ്കിൽ ഇവർ പറയണം, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ KJ ഷൈൻ എന്ന് പറഞ്ഞ CPM-ൻ്റെ നേതാവിനെക്കുറിച്ച് എന്താണ് എഴുതിയിട്ടുള്ളത്, അവരെ ഞാൻ എന്താണ് ആക്ഷേപിച്ചിട്ടുള്ളത്, ഏത് വാചകത്തിലാണ്, അതവർ പറയണം. വല്ലവരും വായിച്ചു കൊടുത്തത് കേട്ടിട്ടാണ് അവർ പറഞ്ഞെങ്കിൽ അവർ തെറ്റാണെന്ന് പറയണം. അല്ലെങ്കിൽ അവർക്ക് ബോധ്യം ഏത് കാര്യത്തെക്കുറിച്ചിട്ടാണ് അവർ. താങ്കളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള മറുപടി സാമൂഹ്യ മാധ്യമം വഴിയെങ്കിലും അവർ നൽകിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ അവസാനം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എതിരെ വന്നിട്ടുള്ള ആക്ഷേപത്തെക്കുറിച്ച് ഞാൻ പൊതുവെ നമ്മുടെ നേതാക്കന്മാരെന്നല്ല മാധ്യമപ്രവർത്തകരും സാധാരണ മനുഷ്യർ പോലും പെട്ടെന്ന് ചൂളിപ്പോകുകയും പേടിക്കുന്നതാണ്. ഭാര്യയെക്കുറിച്ച് അശ്ലീലം പറയുക, മക്കളുടെ പിതൃത്വം ചോദിക്കുക, അങ്ങനെയൊക്കെ പറയാം, നമ്മളെ മോറലി അറ്റാക്ക് ചെയ്യാൻ നോക്കുക. എനിക്കിതൊന്നൊരു പ്രശ്നമില്ലാത്തതിന് കാരണം ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് കണ്ട് വളർന്ന് വന്ന ആളാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ CPM-കാരനെ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു CPM-കാരനെ ഫേസ് ചെയ്ത് താഴെ തട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എൻ്റെ ഭാര്യയെ ഞാൻ കൂട്ടിക്കൊടുത്തുകൊണ്ടാണ് PhD സ്വന്തമാക്കിയെന്നാണ് ഇവർ പറഞ്ഞ ആക്ഷേപം. ഞാൻ പറയണത് CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സൈബർ ഹാൻഡിലുകൾ ചില പ്രാദേശിക നേതാക്കന്മാരൊക്കെ അത് എഴുതിയിട്ടുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ PhD നേടുന്നത്. എനിക്ക് MPhil 3ാം റാങ്ക് ഉണ്ടായിരുന്നു, PhD എൻട്രൻസിന് 1st റാങ്ക് ഉണ്ടായിരുന്നു. ഞാനൊരു മോശപ്പെട്ട വിദ്യാർത്ഥിയല്ലായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കും. സംഘടനാ പ്രവർത്തനത്തോടൊപ്പം പഠിക്കുകയും പണിയെടുക്കുകയൊക്കെ ചെയ്യും. ഡിഗ്രിക്ക് 83% മാർക്കും PGക്ക് 79% മാർക്കും കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ പഠിച്ചു വന്ന ഒരാളാണ്. ഞാൻ ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്ന വെൽഫെയർ എക്കണോമിക്സിലാണ് PhD എടുത്തത്. കൊച്ചി യൂണിവേഴ്സിറ്റി പതിറ്റാണ്ടുകളായിട്ട് സിൻഡിക്കേറ്റും സെനറ്റും CPM-കാരാണ്. ഒന്നുകിൽ ഇത്തരം വൃത്തികെട്ട വർത്തമാനം പറയുന്നവർ പറയണം, അവിടെ സിൻഡിക്കേറ്റിലും സെനറ്റിലും ഇരിക്കുന്നവർ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുമ്പോൾ മാത്രമാണ് PhD കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവർ പറയണം, എനിക്ക് അർഹതപ്പെട്ട PhD ആണ് കിട്ടിയതെന്ന്. ഇവർ പറയണം, ഇവരുടെ അവിടെ ഇരിക്കുന്ന സഖാക്കന്മാരൊക്കെ ഈ പണിക്കാരാണോ എന്ന്. പിന്നെ രണ്ടാമത്തത്,
ചിലപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള പല സഖാക്കന്മാർക്കും PhD കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഇവർ ആലോചിക്കുന്നതായിരിക്കും, ഇവർക്ക് തെറ്റിപ്പോയി, ഞാൻ പഠിച്ച പരീക്ഷ എഴുതി ജയിച്ചതാണ്, എഴുതാത്ത പരീക്ഷയ്ക്ക് 100 മാർക്ക് കിട്ടുകയും വല്ലവൻ്റെ തീസിസ് അടിച്ചു മാറ്റി PhD ഉണ്ടാക്കുക ഒന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഗവേഷണം നടത്തി, കിട്ടി. എൻ്റെ വന്ന വഴികളിൽ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ തീസിസിനുള്ള ടോപ്പിക്കും സെലക്ട് ചെയ്തത്. ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂ, ഒരു മനുഷ്യൻ്റെ മിനിമം നീഡ്സിൽ ഒന്നാണ് ഭക്ഷണം. അപ്പോൾ ഇന്നും റേഷൻ നേരെ ചൊവ്വ കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരിനോടുള്ള വെല്ലുവിളി കൂടിയാണ് എൻ്റെ PhD തീസിസ്. അപ്പോൾ ആ തീസിസിന് വേണ്ടിയിട്ട് ഭാര്യയെ കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല, എനിക്ക് നേരെ ചൊവ്വ പഠിച്ചാൽ മതി. പിന്നെ എൻ്റെ ഭാര്യ ഒരു CPM-കാരൻ്റെ മകളാണ്. ഒരു കാലത്ത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ആളുടെ മകളാണ്. CPM-ൻ്റെ ഒരു ബാങ്കിൻ്റെ 10 വർഷത്തെ വൈസ് പ്രസിഡൻറ്റിൻ്റെ മകളാണ്. അവരുടെ കർഷക തൊഴിലാളി സംഘടനയുണ്ട്, ആ സംഘടനയുടെ നേതാവായിരുന്ന മനുഷ്യൻ്റെ മകളാണ്. ഈ CPM-കാർ ആ CPM-കാരനോട് പോയി പറയട്ടെ, മകളെ കൂട്ടിക്കൊടുത്താണോ മരുമോൻ PhD കിട്ടിയെന്ന് പറയട്ടെ. അത് പറയണമല്ലോ. ഇത്തരം വാദങ്ങൾ, ഇത്തരം വൃത്തികെട്ട വാക്ക് പറയുമ്പോൾ എന്നെ പേടിപ്പിക്കാമെന്ന് അവർ വിചാരിച്ചെങ്കിൽ പേടിക്കില്ല. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും പരസ്പരം വിശ്വാസമുള്ളിടത്തോളം കാലം ഇവർക്ക് നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഷൈൻ ടീച്ചർ പറഞ്ഞ ഈ വല്ലാത്ത സ്വകാര്യതാവാദവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ, അതെൻ്റെ ഭാര്യയ്ക്ക് അർഹതപ്പെട്ടതാണെന്ന് അവർ മറുപടി പറയണം. എൻ്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയാണ്, ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. ഷൈൻ ടീച്ചർ ഒരു പൊതുപ്രവർത്തകയാണ്. എൻ്റെ ഭാര്യയ്ക്കുള്ളതിനേക്കാൾ വലിയ അവസരങ്ങളും പ്രിവിലേജുകളും സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും എൻ്റെ ഭാര്യയ്ക്ക് നീതി ഉറപ്പാക്കി കൊടുക്കാൻ പിണറായി വിജയൻ്റെ പോലീസിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഷൈൻ ടീച്ചർ നാവ് ഉയർത്തുമോ, പറയോ? മറ്റൊരു സ്ത്രീയുടെയും കാര്യത്തിൽ അവർ ഒരിക്കലും നാവ് ഉയർത്തിയിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് സൈബർ അറ്റാക്ക് നടക്കുന്നതെന്നുള്ള അത്ഭുതത്തോടെയാണ് അവർ വന്ന് പറയുന്നത്. അവർ KK രമയെയും ഉമാ തോമസിനെയും ഷാനിമോൾ ഉസ്മാനെയും ബിന്ദു കൃഷ്ണയെയും വനിതാ മാധ്യമ പ്രവർത്തകരെയും ഉമ്മൻചാണ്ടിയുടെ മക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ മറ്റു ഒരു ആളുകളെയും കണ്ടിട്ടില്ല. അവരാദ്യമായിട്ട് ഇതിങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ട് കാണുന്നത്. സാംസ്കാരിക കേരളത്തിൽ സൈബർ അറ്റാക്ക് നടക്കുന്നു, ഞെട്ടിപ്പോകുന്നു. അങ്ങനെ ഞെട്ടണ്ട ഷൈൻ ടീച്ചർ, മറുപടി പറയണം. ഇനി CPM-കാരോട് വീണ്ടും ചോദ്യമുണ്ട്. എൻ്റെ മക്കൾക്ക് പന്നിക്കുട്ടികളുടെ മുഖമാണെന്നാണ് ഒരുത്തൻ എഴുതിയിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. ഞാൻ V. ശിവൻകുട്ടി നയിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സർക്കാർ പള്ളിക്കൂടത്തിലാണ് എൻ്റെ 2 മക്കളെയും പഠിപ്പിക്കുന്നത്. V. ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർക്കാർ പള്ളിക്കൂടത്തിൽ മനുഷ്യ കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികളെ പഠിപ്പിക്കുമോ? അല്ലെങ്കിൽ ഇവർ പറയണം അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും പന്നിക്കുട്ടികളാണെന്ന്. അത് ഇവർ പറയണം. ആ സ്കൂള് CPM-ന് അത്രത്തോളം ബന്ധമുള്ള ഒരു സ്ഥലത്താണ് ആ സ്കൂളിരിക്കുന്നത്. ആ സ്കൂളിൽ പഠിക്കുന്ന ഒത്തിരി സാധാരണ സഖാക്കന്മാരുടെ പാവപ്പെട്ട മനുഷ്യരുടെ മക്കളുണ്ട്. ഒരു നേരത്തിൻ്റെ അന്നത്തിന് വകയില്ലാത്ത മക്കൾ വരെയുണ്ട്, CPM-കാരുടെ മക്കൾ. അപ്പോൾ ആ കുട്ടികളൊക്കെ പന്നിക്കുട്ടികളാണോ? എൻ്റെ മക്കളുടെ DNA കുറിച്ച് എനിക്ക് തർക്കമില്ല. പക്ഷേ എൻ്റെ മക്കളുടെ DNA ഇവർ ചോദിക്കുന്നില്ലേ? ബീഹാറിൽ പണ്ടൊരു DNA ടെസ്റ്റ് നടത്തിയിട്ട് പാർട്ടി പിരിവെടുത്തിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ഗതികേട് അതെന്തായാലും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇല്ല. അപ്പോൾ ഈ DNA ടെസ്റ്റ് നടത്തുക, മക്കളുടെ പിതൃത്വം പറയുക, ഭാര്യയെ കൂട്ടിക്കൊടുത്തെന്ന് ചോദിക്കുക, ഇത്തരം വൃത്തികെട്ട വാദങ്ങൾ CPM അവസാനിപ്പിക്കണം. EMS-ൽ തുടങ്ങിയതാണ്, ഇന്നും അതിങ്ങനെ മുന്നോട്ട് പോവുക. എന്നിട്ട് പറയാം ഞെട്ടിപ്പോയെന്ന്. അങ്ങനെ ഞെട്ടുന്നൊന്നുമില്ല, ഇവരൊന്നും ഞെട്ടുന്നില്ല. ഇവർക്കെതിരെ മാത്രം ആരെങ്കിലും പറയുമ്പോൾ, ഇവർക്കെതിരെ പറയുന്നത് മോശമാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ KK ശൈലജ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ അവരെ മോശമായിട്ട് പറഞ്ഞ ചില ഹാൻഡിലുകളുണ്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് ചെയ്യാൻ പാടില്ല. പൊളിറ്റിക്കലിയാണ് ഒരാൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. KK ശൈലജയുടെ അഴിമതിയെക്കുറിച്ച് പറയാം, KK ശൈലജയുടെ പൊളിറ്റിക്കൽ ഡബിൾ സ്റ്റാൻഡിനെ കുറിച്ച് പറയാം, ഇതൊക്കെ പറയാം. അപ്പോൾ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കരുത് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതേസമയം തന്നെ കാഫീർ സ്ക്രീൻഷോട്ട് കണ്ടെത്താനും ഈ സർക്കാരിനും പോലീസിനും പറ്റുന്നില്ല. ഇനി ഒരു ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ട് ഇവർ പറഞ്ഞല്ലോ, ഗോപാലകൃഷ്ണനെ കുറിച്ച് ഇവർ ആക്ഷേപിച്ചോട്ടെ, ഇവർ പറയട്ടെ. പൊളിറ്റിക്സ് ഇവർ തർക്കത്തിന് പറയുന്ന ആളോ, അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് പ്രൂവ് ചെയ്യണം, അവിടെ നിൽക്കട്ടെ. അയാളുടെ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഭാര്യ എന്ത് തെറ്റിയതു? അയാളുടെ ചേട്ടൻ്റെ മക്കൾ എന്ത് തെറ്റിയതു? ആരുടെയൊക്കെയോ ഫോട്ടോ തപ്പിയെടുത്തിട്ട് ഇവർ ചുമ്മാ അങ്ങ് അറ്റാക്ക് ചെയ്യുക. ഒരു മര്യാദ വേണ്ടേ? CPM-ൽ നിലപാടുള്ളൊരു മനുഷ്യൻ അവശേഷിക്കുന്നുണ്ടോ? ഈ ഷൈൻ ടീച്ചർ ഇതൊന്നും കണ്ടില്ലേ? അതെന്താ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഇവർ കണ്ണുറക്കുക? ഇവർ കണ്ടില്ലേ? ഗോപാലകൃഷ്ണൻ്റെ ഭാര്യയ്ക്കില്ലാത്ത ഒരു അവകാശവും ഷൈൻ ടീച്ചർക്ക് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്കും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്കും കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കും മറ്റ് മുഴുവൻ സ്ത്രീകൾക്കും ഇല്ലാത്ത ഒരു അവകാശം ഷൈൻ ടീച്ചർക്കില്ല. അത് കൊടുക്കാൻ പാടില്ല. അത് കൊടുത്താൽ ഞാൻ ചോദിക്കും. കാരണം നമ്മൾ നികുതി കൊടുക്കുന്ന മനുഷ്യരല്ലേ. ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഇത് കാണാതെ ഇത് പറയുകയാണ്. ഇനി അടുത്ത പ്രശ്നം എന്താ? ഈ പറഞ്ഞ ഷാജഹാൻ ആരാന്നും കൂടി ഇവർ അന്വേഷിക്കണം. ഷാജഹാൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. ഷാജഹാൻ്റെ ബന്ധങ്ങൾ അന്വേഷിക്കണം. ഷാജഹാൻ ഈ ഇൻപുട്ട് കൊടുത്ത എവിടെ നിന്നാണ്? ഷാജഹാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്ന എൻ്റെ ഒരു ധാരണ. തിരുവനന്തപുരത്തുള്ള ഷാജഹാൻ എന്തായാലും വൈപ്പിങ്കരയിൽ നിന്നും പറവൂരിൽ നിന്ന് ന്യൂസ് കിട്ടില്ലല്ലോ. എങ്ങനെ കിട്ടി?
ഇത് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ്? ഇത് വ്യാജമാണെങ്കിൽ അത് പറയണം. ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ. 2 നേതാക്കന്മാരെക്കുറിച്ച് ആക്ഷേപം വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ സഞ്ചരിച്ച ട്രെയിനിൽ സഞ്ചരിച്ച ആരാന്ന് ഇവർ അന്വേഷിക്കാൻ പോയ പോലെ ഇവർക്ക് അങ്ങനെ ഒരു തർക്കമൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിൽ അങ്ങനെ ഒരു തർക്കമോ ആക്ഷേപം ഉണ്ടെങ്കിൽ മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കാം, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം, പല മാർഗ്ഗങ്ങളുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾ കണ്ടെത്തട്ടെ, അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞോട്ടെ. ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല, അത് അവരുടെ സ്വകാര്യതയാണ്. അവിടെ ഒരു ക്രൈം നടക്കാത്തോടത്തോളം കാലം നമുക്കതിൽ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ നാട്ടിൽ 2-3 ആഴ്ചക്കാലമായിട്ട് പൊതുപ്രവർത്തകരെക്കുറിച്ച് ഇത്തരം വാദങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ഒരുപാട് ചോദ്യം ചെയ്യപ്പെട്ട മനുഷ്യരെ പൊതുപ്രവർത്തകർ. ഇങ്ങനെ മുകേഷിൻ്റെ വിഷയം വന്നപ്പോൾ ഇതേ ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ മറ്റൊരു നേതാവിനെതിരെ ഇത് വരുന്നു. പാർട്ടി ഏതുമാകട്ടെ, പൊതുപ്രവർത്തകർ മുഴുവൻ അസന്മാർഗികളാണ് അല്ലെങ്കിൽ മോശപ്പെട്ട മനുഷ്യരാണ് എന്ന രീതിയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുമ്പോൾ മുഴുവൻ പൊതുപ്രവർത്തകരുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക അത് പാടില്ല. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറഞ്ഞ ഈ അധിക ബാധ്യത എടുത്തു വച്ചിരിക്കുന്ന CPM ഈ ഒളിക്യാമറ അവസാനിപ്പിക്കണം, എത്തിനോട്ടം അവസാനിപ്പിക്കണം. അതേ ഞാൻ പറഞ്ഞോളൂ. മറ്റാളുകളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന പണി അവരവസാനിപ്പിച്ചാൽ സമൂഹം തന്നെ കുറേ കൂടി പുരോഗമനപരമായിട്ട് മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നാളെ എൻ്റെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഞാനൊരു ചായ കുടിച്ചാൽ എന്താ ഇവിടെ പ്രശ്നം? ഇവരന്ന് ആക്ഷേപിക്കില്ലേ? ഇവരിതിനു മുമ്പ് ഒരുപാട് മനുഷ്യരെ ആക്ഷേപിച്ചിട്ടില്ലേ? രാജ്മോഹൻ ഉണ്ണിത്താനോടൊപ്പം ഒരു സ്ത്രീ യാത്ര ചെയ്താൽ ഇവർക്ക് എന്താ പ്രശ്നം? അന്ന് പുറകെ ക്യാമറയുമായി പോയ ചാനൽ, കൈരളി ചാനൽ, DYFIക്കാർ അവരെന്തിനാ പോയത്? അവിടെ എന്തെങ്കിലും ഒരു ക്രൈം നടന്നോ? ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എത്രയോ വർഷം മുമ്പ് ഈ പണി ചെയ്യുന്നു, ഇപ്പോഴും ഇത് ചെയ്യുന്നു. അപ്പോൾ CPM കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ പറയുന്നത്. CPM കറക്റ്റ് ചെയ്യപ്പെട്ടാൽ കേരളത്തിലെ സൈബർ അറ്റാക്കിൽ കുറവ് വരും. കേരളത്തിലെ ഇത്തരം എത്തിനോട്ടങ്ങളും ഒളിഞ്ഞുനോട്ടങ്ങളും ഒഴിവാക്കപ്പെടും. ഇതാണ് എൻ്റെ ഒരു ബോധ്യം. എനിക്ക് തോന്നുന്നു CPM മാത്രമല്ല, കേരളത്തിലെ ഇപ്പോഴത്തെ ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ഇവരിതെല്ലാം പറയുമ്പോൾ ജിൻഡോ ജോൺ ആക്ഷേപിച്ചു. ജിൻഡോ ജോൺ എന്താക്ഷേപിച്ചു എന്ന്? എറണാകുളം DCC ഓഫീസിൽ നമ്മുടെ പ്രധാനമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആളുടെ പേരാണ് ഷൈൻ. അയാളൊരു പുരുഷനാണ്. നിങ്ങൾ ഒരുപാട് ഷൈൻ ചെയ്യരുതെന്ന് ഒരു നാട്ടിലൊരാൾ, എൻ്റെ നാട്ടിൽ അങ്ങനെയൊക്കെ പറയുന്ന, നീ ഒരുപാട് ഷൈൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഷൈൻ ടീച്ചറാണ്, കേരളത്തിൽ ഒരു ഷൈനുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇത് എന്നെ മാത്രമല്ല, എന്നെക്കുറിച്ചാണെന്ന് ഇവർക്കങ്ങ് തോന്നുക, അങ്ങോട്ട് തുടങ്ങുക. ഈ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ഈ വിഷയങ്ങൾ വന്നപ്പോൾ CPM-ന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വാദിക്കുന്നത്. സ്വന്തം ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആഫീസിൽ ഒളിക്യാമറ വെച്ചവന്മാരാണ് ഇവർ തന്നെയാണ് ഇത് പുറത്തുവിട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. KM ഷാജഹാൻ ഇൻപുട്ട് കൊടുത്തതിൽ CPM ഉണ്ട് എന്ന് തന്നെയാണ് ബോധ്യം. അത് കാരണം കൊണ്ടാണ് എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി ഒഴിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവും ഈ വിഷയത്തിൽ ഒരു പാസിംഗ് കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല. എന്താ പറയാത്തെ? ഇത്ര വലിയ ഒരു അപകടം ഇവർക്കുണ്ടെങ്കിൽ, ഇവർ അറ്റാക്ക് ചെയ്യുന്ന ഇല്ലാത്ത കാര്യത്തിന് അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഒരാൾ അഭിപ്രായം പറയണ്ടേ? പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ അതിലെടുത്ത റോളെന്ന് പറഞ്ഞാൽ, ഞാനെടുത്തത് ഒരുപാട് ആക്ഷേപം കേൾക്കുമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടണം. മറ്റൊരാളുടെയും പുറകെ മേലാൽ ഇനി ഇവർ ബൈനോക്കുലറും ഒളിക്യാമറയായിട്ട് പോരുത്. ആദ്യം അവരവരുടെ കൂട്ടത്തിലുള്ള ഉണ്ണികൃഷ്ണന്മാരെ അത് ഓർത്ത് വെച്ചിട്ട് വേണം ഈ പണി ചെയ്യാനായിട്ട്. അവരവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ കറക്റ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അവരവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കെതിരെയും വാർത്തകൾ വരുന്നുണ്ട്, അതിൻ്റെ ശരിതെറ്റുകൾ പരിശോധിക്കപ്പെടണമെന്ന് പറയുന്നവർ അപ്പുറത്തുള്ള ആളുകളുടെ വാർത്തകൾ ശരിതെറ്റുകൾ പരിശോധിക്കണം. അതുവരെ വെയിറ്റ് ചെയ്യാതെ തിടുക്കപ്പെട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ജിൻ്റെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു തുറന്നു പറച്ചിലുള്ള അവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ബാക്കി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.